പെന്തക്കോസ്ത് തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ദൈവരാജ്യ അനുഭവ ധ്യാനത്തിൻ്റെ 9-ാം ദിവസമാണെന്ന്. ദൈവരാജ്യം അനുഭവിച്ച് രക്ഷാനുഭവത്തിലേക്ക് വരുവാൻ ലോക അരൂപിയെ ഉപേക്ഷിച്ചേ തീരൂ എന്നത് യേശുവിൻ്റെ സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം, നാം ദൈവത്തിൻ്റെ മക്കളാണെന്നും ലോകം മുഴുവൻ ദുഷ്ടൻ്റെ പിടിയിൽ കിടക്കുകയാണെന്നും നാം അറിയുന്നു. ദൈവരാജ്യവും ലോകരാജ്യവും പരസ്പരം വൈരുദ്ധ്യാത്മകമാണെന്ന് തിരുവചനം വ്യക്തമാക്കുകയാണ്. ദൈവരാജ്യം ദൈവത്തിൻ്റെ ഭരണത്തിലും ലോകം ഈ ലോകത്തിലെ ദേവൻ എന്ന് തിരുവചനം തന്നെ വിശേഷിപ്പിക്കുന്ന സാത്താൻ്റെ സ്വാധീനത്തിലുമാണ്. അതിനാൽ ദൈവരാജ്യം ലോകവും തമ്മിൽ എന്നും വൈരുദ്ധ്യത്തിലാണ്. ലോകത്തിൽ ജീവിക്കുന്നവരായ നാം ലോക അരൂപിയാൽ സ്വാധീനിക്കപ്പെടുക എളുപ്പത്തിൽ സംഭവിക്കുന്ന അപകടമാണ്. ലോകാരൂപിയുടെ സ്വാധീനത്തിൽ കഴിയുന്ന വ്യക്തിക്ക് ദൈവരാജ്യം അനുഭവിക്കാൻ സാധ്യമല്ല എന്നത് തർക്കമറ്റ സംഗതിയാണ്. അതിനാൽ വിശുദ്ധ ഗ്രന്ഥം 2 വിധത്തിലാണ് ലോകത്തെ കാണുന്നത്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏക പുത്രനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈശോയുടെ ഈ വാക്കുകളിൽ പരാമർശിക്കുന്ന ലോകം ദൈവം സ്നേഹത്താൽ സൃഷ്ടിച്ച സർവ്വ മനുഷ്യരുമടങ്ങുന്ന സമൂഹമാണ്. എല്ലാ മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നു. എന്നാൽ യാക്കോബൻ ലേഖനത്തിൽ സൂചിപ്പിക്കുന്ന ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഈ വചനത്തിൽ പരാമർശിക്കുന്ന ലോകം മെശിഹായെയും അവൻ്റെ പ്രബോധനങ്ങളെയും എതിർക്കുന്ന മനുഷ്യരുടെ സമൂഹത്തെയാണ്. അങ്ങനെ നമ്മുടെ മുമ്പിൽ 2 സാധ്യതകളാണുള്ളത്. ദൈവത്തിൻ്റെ ഭരണത്തിനും കീഴിൽ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നയിക്കപ്പെടുക. മറ്റൊന്ന്, ലോകം നമ്മളെ വശീകരിക്കാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മായാ സന്തോഷങ്ങളിൽ കീഴ്പ്പെട്ട് ജീവിക്കുക. ദൈവത്തോടുള്ള ശത്രുതയാണ് ലോകത്തോടുള്ള മൈത്രി എന്ന് തിരുവചനം പറയുമ്പോൾ ലോക അരൂപി ഉപേക്ഷിച്ചാലേ ദൈവരാജ്യം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് സ്പഷ്ടമാക്കപ്പെടുകയാണ്. ലോക അരൂപിയെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് അവിടുത്തെ നിയന്ത്രണത്തിലും ഭരണത്തിലും ജീവിക്കുന്നതിന് പകരം യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്ന 3 ദുരാശകൾക്ക് അവയുടെ സ്വാധീനത്തിൽപ്പെട്ട് ജീവിക്കുന്നവരുടെ സമൂഹമാണ് ലോകം. യോഹന്നാൻ എഴുതുകയാണ്, ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇവയൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല, ലോകത്തിൽ നിന്നുള്ളവയത്രേ. ശരീരം ദൈവത്തിൻ്റെ കുരിശുബന്ധത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയ രക്ഷയുടെ ഉപകരണം.
രക്ഷയുടെ ഉപകരണമായ മനുഷ്യ ശരീരം, യേശുക്രിസ്തുവിൻ്റെ അവയവമെന്നും പരിശുദ്ധാത്മാവിൻ്റെ ആലയമെന്നും വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിക്കുന്ന ശരീരം ലൈംഗിക സുഖഭോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അവസ്ഥ, അത് ലോകാരൂപിയുടെ സ്പഷ്ടമായ അടയാളമാണ്. ഈ ലോകം ദൈവം സൃഷ്ടിച്ചു, എന്നാൽ അവ വരാനിരിക്കുന്ന ലോകത്തിൻ്റെ നിഴൽ മാത്രമാണ്. ഈ ലോകവും അതിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും കടന്നു പോകും. ശാശ്വതമായുള്ളത് വരാനിരിക്കുന്ന സ്വർഗ സൗഭാഗ്യമാണ്. സ്വർഗ സൗഭാഗ്യം നഷ്ടമാകും വിധത്തിൽ ഈ ലോകത്തോടും ഇതിൻ്റെ വസ്തുവകകളോടുമുള്ള അമിതമായ ആർത്തിയും അവ അനിയന്ത്രിതമായി കുന്നുകൂട്ടാനുള്ള മോഹവും തീർച്ചയായും ലോകാരൂപിയുടെ സ്പഷ്ടമായ അടയാളമാണ്. മറ്റൊന്ന്, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം എന്ന ക്രിസ്തീയ അരൂപിക്ക് ഘടകവിരുദ്ധമായി തന്നെ തന്നെ ഉയർത്താനും പുകഴ്ത്താനും പ്രദർശിപ്പിക്കാനും മറ്റുള്ളവരുടെ കയ്യടിയും പ്രശംസയും വാങ്ങിയെടുക്കാനുമുള്ള അഹങ്കാരം, ഇതും ലോകാരൂപിയുടെ അടയാളം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ജഡത്തിൻ്റെ ദുരുപയോഗവും ലോകവസ്തുക്കളുടെ ദുരുപയോഗവും ദൈവം തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം എന്ന മഹാദാനത്തിൻ്റെ ദുരുപയോഗവും ലോകാരൂപിയുടെ ലക്ഷണങ്ങളും അടയാളങ്ങളുമാണ്. ഇവ ഉപേക്ഷിക്കാനുള്ള സന്മനസ്സും തീരുമാനവും ഉണ്ടെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ അവകാശികളാകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മറ്റൊന്ന്, ലോകത്തിൻ്റെ ആദർശങ്ങളും സുവിശേഷ മൂല്യങ്ങളും തമ്മിൽ വ്യത്യാസമാണ്. സുവിശേഷ മൂല്യങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് ലോകത്തിൻ്റെ ആദർശങ്ങൾ. ഉദാഹരണത്തിന് യേശുക്രിസ്തു പറയുകയാണ്, സമ്പന്നരേ നിങ്ങൾക്ക് ദുരിതം. ലോകമെന്ത് പറയും? സമ്പന്നരാണ് സൗഭാഗ്യമുള്ളവർ, ഭാഗ്യപ്പെട്ടവർ. മലയിലെ പുസ്തകത്തിൽ യേശു വീണ്ടും പറഞ്ഞു, ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ നിങ്ങൾ ദുർഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് വിശക്കും. ഈശോയുടെ സുവിശേഷം, ഇപ്പോൾ വിശക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹീതർ. ഇങ്ങനെ ലോകം സൗഭാഗ്യമെന്നും അനുഗ്രഹമെന്നും കരുതുന്നവയെ യേശു നിരാകരിച്ചിരിക്കുന്നതായി സുവിശേഷ വാക്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ലോകത്തിൻ്റെ ആദർശങ്ങളും ലോകത്തിൻ്റെ ആശയഗതികളും യേശുവിൻ്റെ സുവിശേഷത്തിന് വിരുദ്ധമാണെന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് യേശുവിൻ്റെ സുവിശേഷ മൂല്യങ്ങൾ ജീവിതത്തിൻ്റെ ആധാരവും പ്രമാണവുമാക്കാനുള്ള കഠിന പ്രയത്നം നമ്മുടെ ഭാഗത്തു നിന്നില്ലെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിന് അവകാശമാവുകയില്ല എന്നത് വ്യക്തമാണ്. ആധുനിക മനുഷ്യനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ലോക അരൂപി മാധ്യമങ്ങളുടെ വിവേചനയില്ലാത്ത വിവേകരഹിതമായ ഉപയോഗമാണ്. എന്താണ് ലോകമാധ്യമങ്ങളുടെ ആദർശം? മനുഷ്യൻ്റെ ബലഹീന വശങ്ങളെ ചൂഷണം ചെയ്ത് അത് കാണുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന പരിപാടികൾ മനഃപൂർവ്വം സെലക്ട് ചെയ്ത് അത് അവതരിപ്പിക്കുകയാണ് ആധുനിക മാധ്യമങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. ഒരു ദൈവരാജ്യത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന വ്യക്തിക്ക്, ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യന് ഇവിടെ വളരെ കണിശമായ നിർബന്ധപൂർവമായ കൂലങ്കഷമായ വിവേചനം ആവശ്യമുണ്ട്. മാധ്യമങ്ങൾ പടച്ചുവിടുന്നതെല്ലാം കണ്ടു രസിക്കുന്ന ഒരു വ്യക്തി ദൈവരാജ്യത്തിൻ്റെ പുറത്താണ് എന്ന് നിസ്സംശയമായ കാര്യമാണ്. കാണുന്നതെല്ലാം കൺമുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതെല്ലാം കണ്ട് ആസ്വദിക്കുന്നവൻ ദൈവരാജ്യത്തിലല്ല, ലോകരാജ്യത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ ദേവൻ ഭരിക്കുന്ന ഈ ഭൂമിയുടെ ഭാഗമായി തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ ആനന്ദം, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള ആനന്ദവുമാണ് ദൈവരാജ്യം എന്ന് റോമാലേഖനം 14:17 നിർവചിക്കുമ്പോൾ, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള ആനന്ദവുമാണ് ദൈവരാജ്യമെങ്കിൽ ഈ പറയുന്ന ലോക സ്വാധീനവും ലോകത്തിൻ്റെ ആദർശങ്ങളും
ലോകത്തിൻ്റെ അരൂപിയും കൈവെടിയാത്തിടത്തോളം കാലം ദൈവരാജ്യത്തിന് അവകാശിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നത് നമ്മൾ തീർച്ചയാക്കണം. അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ അന്ത്യത്താഴത്തിലെ പ്രാർത്ഥന എങ്ങനെയായിരുന്നല്ലോ? ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതിനാൽ ലോകം എന്നെ വെറുത്തു, നിങ്ങളും ലോകത്തിൻ്റെതല്ലാത്തതിനാൽ ലോകം നിങ്ങളെ വെറുക്കും. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ലോകത്തിൻ്റെ സ്വാധീനവും ലോകത്തിൻ്റെ ആകർഷണവും അങ്ങേയറ്റം ആരെയും വശീകരിക്കാൻ തക്കവണ്ണമുള്ള ആണെങ്കിൽ തന്നെയും അതെല്ലാം താൽക്കാലികമാണ്. അവയെല്ലാം യേശു കീഴടക്കി ലോകത്തിൻ്റെ മേൽ പൂർണ്ണ ആധിപത്യമുള്ള യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ ലോകമൂല്യങ്ങളെ അവഗണിച്ചുകൊണ്ട് വിശുദ്ധർ ചെയ്തതുപോലെ ലോകത്തിൻ്റെ ആകർഷണങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ പാത, കുരിശിൻ്റെ പാത, യേശുവിൻ്റെ മാർഗം സ്വീകരിക്കാനുള്ള തീരുമാനത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. ദൈവം അതിനായി നമ്മെ അനുഗ്രഹിക്കട്ടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ ചൈതന്യം ലോകാരൂപിക്ക് ഘടകവിരുദ്ധമാണെന്നുള്ള തിരിച്ചറിവും ബോധ്യവും സദാ ഞങ്ങൾ ഉറപ്പിക്കണമേ. ഒഴുക്കിനെതിരെയുള്ള നീന്തലാണ് ദൈവരാജ്യ ജീവിതം എന്ന് ഉൾക്കാഴ്ച ഞങ്ങൾ വളർത്തണമേ. ലോകത്തിൻ്റെ സ്വാധീനങ്ങളെ ചെറുത്തു നിൽക്കാനുള്ള പരിശുദ്ധാത്മ ശക്തി ഞങ്ങൾ വർദ്ധിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.